ഞാൻ പുറത്താണ് ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഓക്കെ. എന്നാലും ഞാൻ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ജേർണി തുടങ്ങിയ പിന്നെ എന്റെ മാറ്റം അത് അൺപ്രഡിക്റ്റബിളാണ്. മാമിന് കുറച്ചുകൂടി അറിയാം, അല്ലെങ്കിൽ സ്വന്തം മാമിന് അങ്ങനെ കുറച്ചു പേർക്ക് അത് അറിയുള്ളൂ. ഇന്നിപ്പം ഇന്ന് പല ഇമോഷണൽ ക്രൈസിസ് വരുമ്പോഴും, especially സർജറി ബെഡിലായിരുന്നപ്പോ പോലും എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എങ്ങനെയാ കടന്നുപോയത് അത്ര സപ്പോർട്ടിങ് ആയിട്ടുള്ളതാണ് ഈ ക്ലാസ്സുകളിൽ. എന്റെ കമ്മ്യൂണിറ്റി ഇതായിരുന്നു എന്നെ തിരിച്ച് ഹീലിംഗ് എന്താണെന്ന് അറിഞ്ഞതും ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണവും. ഇന്ന് ഏതൊരു പ്രോബ്ലം വരുമ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫൈനാൻഷ്യലി ഒന്നും അറിയില്ല. പക്ഷെ ഞാനിപ്പോ തുടങ്ങി. ഇപ്പം ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഫൈനാൻഷ്യലി എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. I was a failure. I was a failure in life because of my emotions. അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കത് അറിയാം കറക്റ്റ് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് സംഭവത്തിൽ നിന്ന് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ അത് ഞാൻ പഠിച്ചു. പിന്നെ കുറച്ച് ഞാൻ ഹീലിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് പേപ്പേഴ്സ് ഒന്നും ഞാൻ ഫുള്ളായിട്ട് ഇട്ട് തന്നിട്ടില്ല മാമിന്, എനിക്കറിയാം. ഞാൻ മെല്ലെ മെല്ലെയാണ് നടന്നു തുടങ്ങുന്നത്. പക്ഷെ ക്ലിനിക്കിൽ പോകാൻ തുടങ്ങി എനിക്ക് പണ്ടത്തെക്കാളും കൂടുതൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ എവിടെ സ്റ്റക്ക് ആയി പോയത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലൈഫിൽ പറ്റിയെന്നുള്ളത് തിരിച്ചറിയാം. ഐ തിങ്ക് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പൊ ശരിക്കും ഒരു ഇന്ന് എന്റെ കാർഡിയോളജിസ്റ്റ് അടുത്ത് പോയിരുന്ന ഞാൻ വരുന്ന വഴിയാണ് സാറിനോട് പറഞ്ഞത് ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ലൈഫ്. അപ്പൊ സാറിന് അത്ഭുതമായി. വിസിറ്റ് കിട്ടുന്ന ചോദിച്ചത് ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ലൈഫ്. അപ്പൊ അതിന് വേണ്ട സക്സസ് ആവുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എനിക്കത് ഓരോ പടി ഞാൻ മുന്നോട്ട് കയറുമ്പോഴാണ് എനിക്കത് പൂർണ്ണതയിൽ ഐ എം ഇൻ സക്സസ് എന്നുള്ളത്. അത് എത്ര നന്ദി പറഞ്ഞാൽ പീരിയഡ് കൂടപ്പിറപ്പോ എന്തോ ഞാൻ ബ്ലെസ്ഡ് ആണ്. അതിലുണ്ട് ആ ഒരു സെന്റൻസിലുണ്ട് എല്ലാം. ഐ എം ബ്ലെസ്ഡ്. അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴാറാണ് ഞാൻ പതിവ്. അവിടുന്ന് വീണ്ടും എണീക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിൽക്കാനല്ല മനസ്സിലായി. താങ്ക് യു മാം. താങ്ക്സ് ടു ഓൾ ടീം. കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് നന്ദി. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.